ഞാനിവിടെ ഞാൻ മാമോദീസ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അത്ഭുതം തോന്നും ഞാൻ എന്ത് പറയാനാണ് ഈ വന്നേക്കുന്നതെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയും കരുണയും എനിക്ക് യേശു ക്രിസ്തു അറിവല്ല, അനുഭവമാണ്. എൻ്റെ ജീവിതത്തിലുടനീളം ഇന്നലെ മിനിഞ്ഞാന്നും ഇവിടെ ഞാൻ ഇരുന്നിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറയുമ്പോൾ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് എന്താണ് ഒന്നും ഓർമ്മ തരാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തരുന്നതെല്ലാം നീ കയറി പറയും, അതുകൊണ്ടാണ് തരാത്തത്. ഇന്ന് രാവിലെ 2 മണി കഴിഞ്ഞോന്ന് അറിയില്ല, അതിനു മുമ്പ് തന്നെ ഉണർത്തി എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഓരോന്ന് കാണിച്ചു തരുന്നത് ഞാൻ ഇവിടെ നിന്ന് പറയുന്നതോ കാണുന്നത്. അപ്പം ഞാൻ ഉറങ്ങണേയില്ല, എനിക്ക് ജപമാലയില്ല, ഞാൻ ഫോഴ്സ് ചെയ്തിട്ടൊന്നും നിർത്തുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് പറയാനല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇതെന്തിന് ഇതെല്ലാം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ദൈവനീതി എന്ന് പറഞ്ഞു. ഞാൻ ആ ദൈവനീതി പറയാൻ കുറച്ച് സമയം എടുത്താലും എല്ലാവരും ക്ഷമിക്കണം. കാരണം ഞാനെല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണം എവിടെ തീർക്കണം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചത്. 4 മക്കള്, മൂത്ത ചേട്ടൻ, രണ്ടാമത്തെ ഞാൻ, പിന്നെ താഴെ 2 പെൺകുട്ടികൾ. അമ്മയ്ക്ക് എന്നും അസുഖമായിരുന്നു, ശ്വാസം മുട്ടായിരുന്നു. അച്ഛൻ ജോലിക്ക് പോകും. ഞങ്ങളെല്ലാം നന്നായി പഠിച്ചിരുന്നു, ജോലി കിട്ടി. അപ്പോൾ ഞങ്ങൾ ബോട്ടിലാണ് വരുന്നത്. ബോട്ടിൽ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ മറൈൻ ഡ്രൈവിൽ ഇന്നലെ രോഗശാന്തി ശുശ്രൂഷ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്, ഫ്രീ ആണോ എന്ന്. ഫ്രീ ആണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആരും അറിയാതെ പോയി. അവിടെ ചെന്നു. എനിക്ക് ഉദ്ദേശം അമ്മയുടെ രോഗമാണ്, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് കണ്ണടച്ച് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിപ്പിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് സ്റ്റേജിൽ നിന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. അതുമല്ല എൻ്റെ മേത്ത് കൂടെ തലയെ തുടങ്ങി ചുറ്റി അടി വരെ ഒരു ഇലക്ട്രിക് ഷോക്ക് അങ്ങ് കടന്നുപോയി. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന് 38 പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നെന്ന് പറഞ്ഞു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി, കാരണം എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഈ ഒരു ഈശോയുടെ പടം ഉണ്ട്, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കർത്താവായ യേശുവിൽ പുറത്തേക്ക് നോക്കിയപ്പോഴുള്ള ബാനറാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാനപ്പോൾ ഓർത്തു ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതിയല്ല, ആരോടും പറയണ്ട, വീട്ടിലറിഞ്ഞാൽ ശരിയാക്കും, അതുകൊണ്ട് ആരോടും പറയണ്ട, ഹൃദയത്തിൽ വിശ്വസിക്കാം, കുടുംബം രക്ഷ പ്രാപിക്കട്ടെ എന്ന് ഓർത്ത്. അതുമല്ല എനിക്ക് ഈശോയോട് വലിയ സ്നേഹമായി. ഈശോ എൻ്റെ ആരോ ആണെന്ന്, ഞാൻ വില പിടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പിറ്റേ ദിവസവും ഞാനിവിടെ വന്നിരുന്നു. അച്ഛൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ മുരുങ്ങൂർ വന്നിട്ടുള്ളവരൊക്കെ കൈവക്കാൻ പറഞ്ഞു. അപ്പോൾ കൈവക്കിയവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇവരൊക്കെ എത്ര ലക്കിയാ, അവർ അവിടെ 5 ദിവസമൊക്കെ നിന്നിട്ടുണ്ട്. ഇത്തിരി നേരം ഇരുന്നിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് ഓർത്തു. പക്ഷെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് എന്നെ മുരുങ്ങൂരൊന്നും വിടില്ല. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞു. അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പ്രശ്നമായി, ജോലിയിൽ പ്രശ്നമായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടൊരു ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു നിങ്ങൾ ഡിവൈനിൽ പോകാൻ പറഞ്ഞു. എനിക്ക് പ്രോബ്ലം ഒന്നും മാറാനൊന്നും അതൊന്നും എൻ്റെ ചിന്തയില്ല. എനിക്ക് അവിടെ പോയി സ്തുതിക്കണം, ഈശോയെ അനുഭവിക്കണം, ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ അവിടെ പോയി, എന്നാൽ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ വീട്ടിലറിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയെ വളർത്തിയതല്ല, എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വചനം കേൾക്കും, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. ഇതൊക്കെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ബൈബിൾ വായനയായി. ഹസ്ബൻഡിന് എന്നോട് വലിയ ദേഷ്യമായി, ഇതെന്താ ഇങ്ങനെ, വളരെ മോശമാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. 93 എനിക്ക് അനുഭവം കിട്ടിയത്. ഇന്നിപ്പോൾ 2013, 20 വർഷമായി. യാക്കോബിനെ ഇസ്രയേലാക്കാൻ ഈശോ 20 വർഷം എടുത്തു. 20 വർഷമായിട്ട് എന്നെ കൊണ്ട് നടക്കുന്ന വഴി ഞാൻ സംശയിച്ച് നിൽക്കുമ്പോൾ ദൈവം ആരെങ്കിലും വിടും. അതിലെന്നെ വളരെ നന്നായിട്ട് ഗൈഡ് ചെയ്തൊരു വ്യക്തിയാണ് ഗീത. ഗീതയിലൂടെ ഞാൻ ഇന്ന് രാത്രി എന്നോട് പറയുന്നതൊക്കെ ഞാൻ ഇതൊക്കെ എന്നോടിരുന്ന് പറയുന്നുണ്ടല്ലോ. പിറ്റേ ദിവസം ഗീത പറയും രമ വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെ കർത്താവ് പറഞ്ഞില്ലേ. ഗീതയെ കൺഫേം ചെയ്യാൻ വിടുമായിരുന്നു. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും രമയെ ഈശോ വിളിക്കും, ഈശോയ്ക്ക് ആവശ്യമുണ്ട്, അനേകർക്ക് വേണ്ടി ആവശ്യമുണ്ട്.
ഞാൻ പറഞ്ഞു ഈശോ വിളിക്കെങ്കിൽ ഞാൻ കേൾക്കും, ഞാൻ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ദൈവസ്വരം കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ കേട്ടതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുക 2004 മാർച്ച് 9 ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വീട്ടിലെത്തി. അപ്പോൾ ഹസ്ബൻഡ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റിസൈൻ ചെയ്ത് വന്നേക്കാം. അവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് റിസൈൻ ചെയ്ത് വന്നേക്കാണ്. എൻ്റെ സാലറി കൊണ്ട് ജീവിതം നന്നായി പോകുന്നു. ഞാൻ വൈകുന്നേരം വന്നിട്ടൊരു ബോധമില്ലാതെ അങ്ങ് കിടക്കുകയാണ്. ഞാൻ മരിച്ചുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആഴത്തിലേക്ക് പോകാം. 9:30 മണിയായിട്ട് ഞാൻ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഫോണിൽ പറഞ്ഞു ഈശോ പറയുന്നു തീരുമാനം എടുക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്വരം കേട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കേട്ടു, നീ തീരുമാനം എടുക്കുക, നീ ഇനി ലോകത്തിൻ്റെ ഒരു ജോലിക്കും പോവില്ല, ഞാൻ പറയുന്നത് മാത്രം കേൾക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ നിന്റെ മരണം വരെ നിന്റെ കുടുംബത്തെ പരിപാലിക്കും, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിന്റെ 1000 തലമുറയെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞു, അനുഗ്രഹിക്കും, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ജോലിക്ക് പോവില്ല. അത് കഴിഞ്ഞ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. 2 ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കതിൽ വലിയ വേദന ഉണ്ടായിരുന്നു. എൻ്റെ മാനസിക ബുദ്ധി, എനിക്കൊരു മകളില്ലല്ലോ, എൻ്റെ വേദന അറിയാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് വെളിപാടും ദർശനങ്ങളെല്ലാം ശക്തമായി നന്നായി സംസാരിക്കാൻ തുടങ്ങി. ഈശോ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകും, ഒരു സമ്മാനം തരും. അവിടെ കൊണ്ടുപോയി എനിക്ക് അവിടെ വെച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ ആ തിരുവോസ്തിയിൽ നിന്ന് വേളാങ്കണ്ണി മാതാവ് ഇറങ്ങി വന്ന് എൻ്റെ കയ്യിലേക്ക് എന്തോ വെച്ച് തന്നു. ഞാൻ ഷുഗർ ചെയ്തു. ആ മാസം പ്രഗ്നൻ്റായി ഒരു മോളെ തന്നു. അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഏകദേശം 2.5 വർഷമൊക്കെ ആയപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ക്രിസ്തീയമായ ഒരു കാര്യങ്ങൾ അറിയില്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് എല്ലാം പഠിപ്പിക്കുന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ചിറ്റൂർ ധ്യാനകേന്ദ്രം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഒരു സെൻറ്റ് തോമസ് ചർച്ച് ഉണ്ട്, അവിടെ വരിക. ഞാൻ അവിടെ ചെന്നു. ദിവ്യബലിക്ക് ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ചുറ്റും ഇന്ന് നടന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഒരു ഇന്നർ ഹീലിങ്ങിന് വരാമോ? അപ്പം ഞാൻ എങ്ങനെ പോയി? 2 വയസ്സുള്ള മോളുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ ആ ധ്യാനം നടക്കുന്ന ഹോളിൽ ഗീതയുടെ മകളെ കാണാം. ഗീതയെ എനിക്കറിയാം, ഗീതയുടെ മകളെയൊക്കെ ഞാൻ കാണാം. അപ്പോഴേ ഗീത പറയുന്നത് ഗീതയുടെ മകൾക്ക് ധ്യാനം കൂടണം, അതുകൊണ്ട് മകൾക്ക് വേണ്ടി കുട്ടികളെ നോക്കാൻ ഗീതയെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഗീത അറിയാവുന്നതുകൊണ്ട് എന്നെ വിട്ടു. ഞാനിവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെയെല്ലാം ദൈവം നയിക്കുന്നു ഞാൻ അറിയും. ഞാനിവിടെ കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്ന മാതാവ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മൈക്കിൻ്റെ അടുത്ത് ഈശോ വന്ന് നിന്നു, സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സംസാരിക്കുന്ന ബ്രദർ അല്ലെങ്കിൽ ഫാദർ, ഇതെല്ലാം ഈശോയാണ് മാതാവാണ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് വലിയ ബോധ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാണുന്നതൊക്കെ ശരിയാണെന്നറിയാം, എന്നാലും ശരിയാണോ? മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഇതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ എങ്ങനെയാ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണേ? അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക മാതാവ് രക്ഷകൻ്റെ അമ്മയായിട്ട് എനിക്ക് മുമ്പേ ആരെങ്കിലും ഉണ്ടായിരുന്നോന്ന്. എനിക്ക് മോഡലായിട്ട് ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അനുരഞ്ജനത്തിൻ്റെ ദിവസമായപ്പോൾ ഞാൻ ഓർത്തു വീണ്ടും ഈശോ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയല്ല, എൻ്റെ മേത്തേക്ക് അങ്ങ് കയറി. കയ്യിൽ 2ലും നല്ല ഷാർപ്പ് വേദന, കാലിലും നാവും ഇറങ്ങിപ്പോയി, താഴെ ഇരുന്നു. തലയ്ക്കകത്തും ആന്തരികമായിട്ടൊരു പഞ്ചശത അനുഭവം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ കണ്ണുകൾ ഒത്തിരി കണ്ടിരിക്കുന്നു, നിന്റെ കാതുകൾ ഒത്തിരി കേട്ടിരിക്കുന്നു, നിന്റെ നാവ് ഒത്തിരി സംസാരിച്ചു, നിന്റെ കൈകൾ ഒത്തിരി ചെയ്തു, നിന്റെ കാലുകൾ ഏറെ നടന്നു. നീ എനിക്ക് വേണ്ടി ഞാൻ പറയുന്നത് എന്നെ മാത്രം കാണുക, കേൾക്കുക. നാളെ 2 മണിക്ക് നിന്റെ നാവ് പുറത്തേക്ക് വരും, അതുവരെ നീ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ഞാനെങ്കിൽ ഒരു റൂമിലാണ് കിടന്നിരുന്നത്. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ കുരിശെടുത്ത് ഈശോ നടക്കണ പോലെയായിരുന്നു അന്ന് നടന്നിരുന്നത് മുഴുവൻ. പിറ്റേ ദിവസം 2 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ നാവ് ഫ്രീ ആയി, ഞാനും ഫ്രീ ആയി. അത് കഴിഞ്ഞ് ഇതെല്ലാം എന്നെ വളർത്തുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് ഇവിടെ വെച്ച് ഒരു ബ്രദർ എൻ്റെ തലയ്ക്ക് വെച്ച് കുരിശിട്ടു. ഞാൻ വീട്ടിൽ ചെന്നു. 9 ദിവസം ഞാൻ വോമിറ്റിംഗ് ആയിട്ട് കിടക്കാണ്. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ എന്നെ ബ്രദറിൻ്റെ ഇൻ്റർസെഷൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, മരിയ. ഞാൻ മരിയോട് ചോദിച്ചു മരിയ ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ മരിയ പറഞ്ഞു ഞാനൊരു ദർശനം കാണുന്നു,
ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിയുണ്ട്, ഒരു സർപ്പം അടുത്തിരിക്കുന്നുണ്ട്, എന്തോ വിശുദ്ധീകരിക്കാൻ പോകുന്നതാണ്. 9 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കാണ്. ഞാനപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു. കാരണം എന്നെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. എൻ്റെ ഭർത്താവ് കണ്ടിട്ടൊക്കെ പോവുകയാണ്, ഇനി ആരുമില്ല എനിക്ക്. ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് കിടക്കുമ്പോൾ 9ാമത്തെ ദിവസം ഈശോ കൊടുങ്കാറ്റടിക്കുന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, 33 വർഷത്തിനകം നീ പോയ 46 അമ്പലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞു. ഓരോ അമ്പലങ്ങൾ ഞാൻ മറന്നുപോയി, ദൈവം ഒന്നും മറന്നില്ല. ഈശോ എന്നെ ഓരോ അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. കൊണ്ടുപോയി 46 കഴിഞ്ഞ് വീണ്ടും 1ാമത്തിൽ തുടങ്ങി. അവിടെ എല്ലാം തിരുരക്തം ഒഴിച്ച്, ഈശോ തന്നെയാണ് തിരുരക്തം ഒഴിച്ച് കഴുകി വീണ്ടും 1 വന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് അതെല്ലാം പ്രകാശിപ്പിച്ചു. ഈ പ്രോസസ് എല്ലാം നടന്നു കഴിഞ്ഞ് 46 കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും, നിന്നെ ഞാൻ സ്വർണം പോലെയാക്കും. അത് കഴിഞ്ഞ് 2 വർഷത്തോളം എനിക്ക് ലൂസ് മോഷനും ഛർദിലുമായിട്ട് എന്ത് കഴിച്ചാലും അങ്ങനെ ഇരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ വീണ്ടും പഠിപ്പിച്ചു. സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത എന്നെ 2 വീലർ പഠിപ്പിച്ചു. അതാണ് ബ്രദർ ഒരു വചനം പറഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും തരും, പ്രത്യാശ നിന്നെ നിരാശയാക്കുന്നില്ല. ഇങ്ങനെയെല്ലാം വചനം പറഞ്ഞാണ് കൊണ്ട് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും എനിക്കൊരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ കുളത്തുകലിൽ വെച്ചാണ്, കുളത്തുകലിൽ പോയപ്പോഴും എൻ്റെ ഹസ്ബൻഡിന് ദമ്പതി ധ്യാനത്തിന് പോകാൻ പറഞ്ഞിട്ട് ദമ്പതി ധ്യാനത്തിന് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് ഞങ്ങൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായി മുറിവിൽ നിന്നെല്ലാം നല്ല അഭിഷേകം വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ധ്യാനം നടത്തുന്ന അച്ഛനോട് ചോദിക്കണം, നീ ഇങ്ങനെ ജോലി ഉപേക്ഷിച്ച് കർത്താവ് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്, ശരിയാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിന് കുറച്ച് മുറിവുറുപ്പുണ്ട് ധ്യാനത്തിന് വരാൻ തന്നെ. എങ്കിൽ പോലും നീ അച്ഛനെ കാണണമെന്ന് ഓർത്തിട്ട് അവിടെ പോയി നിന്ന് അച്ഛൻ പറഞ്ഞു, ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ കർത്താവ് പറയുമൊന്നുമില്ല, ഇങ്ങനെ ജോലിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, കുറേ വിചാരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഹസ്ബൻഡിനാണ് അതിലേലും വിഷമമായത്. ഹസ്ബൻഡ് എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര നാളപ്പോൾ തന്നെ കൊണ്ടു നടന്നതൊക്കെ കർത്താവല്ല എന്നാണോ പറയണേ? ഇത്ര നേരം എനിക്ക് എതിര് പറഞ്ഞ ആള് എനിക്ക് സപ്പോർട്ടായി. ഞാനൊന്നും വേണ്ടിയില്ല. കുറച്ചിറങ്ങി ഞാൻ സാഷ്ടാംഗം വേണ്ടി ഈശോയോട് ചോദിച്ചു, ഈശോ എന്താ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറയാ, ഞാൻ നിന്നെ തളർത്താനല്ല വളർത്താനാ കൊണ്ടുവന്നത്. അവൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ ഉത്തരവല്ല, ഇന്ന് രാത്രി അവൻ ഉറങ്ങില്ല, നാളെ നിന്നോട് സംസാരിക്കും, നിന്നോട് സംസാരിച്ചിട്ടേ ഞാൻ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓടി എൻ്റെ അടുത്ത് വന്നു. കൊച്ചിൻ്റെ അടുത്ത് ഇന്നലെ കർത്താവ് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛനോട് എന്താ പറഞ്ഞേ? കൊച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി കേട്ടോ, വേഗം പോയിക്കളല്ലേ, പ്രാർത്ഥിച്ചിട്ട് വിടാനാ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അതിന് പ്രാർത്ഥിക്കാൻ ഞാൻ നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഹസ്ബൻഡിനെ പരിശുദ്ധാത്മാവാണ് എന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞാൻ മുൻകൈ എടുക്കാതെ തന്നെ ഈശോ അനുവദിച്ചു. അതും കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പരിഹാര പ്രാർത്ഥന ഉണ്ടായിരുന്നു. പരിഹാര പ്രാർത്ഥന ഞാൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവരുടെ എല്ലാം നിന്നോളാന്ന് പറഞ്ഞിട്ട് ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ ഭയങ്കര വിശുദ്ധീകരണത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ കിടക്കാം. 7 മണിയാകുമ്പോൾ ഹസ്ബൻഡും കുട്ടികളെല്ലാം പോകും. ആ സമയത്ത് കുരിശിൽ നിന്ന് ഇങ്ങനെ ഈശോ ഇറങ്ങി ഇങ്ങനെ എൻ്റെ ചുറ്റും നടക്കാം. എന്നിട്ട് പറയാ, നീയാണ് പ്രതിനിധിയായി നിന്നോളാന്ന് പറഞ്ഞാലേ ഒരു കുഞ്ഞിനെ കൂടെ നിന്റെ ഉദരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു 42 വയസ്സായി, ജനം എന്താ പറയണേ? നീ ജനത്തിന് മരിക്കുക, ഒരുവൻ അനേകർക്ക് വേണ്ടി മരിക്കുന്ന നല്ലതാ. ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുന്നത് വരെ നിന്റെ വീട്ടിലെ മുറ്റമടിക്കാൻ വരുന്ന ആൾ പോലും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾ സ്വർഗത്തിൽ നിന്ന് പോന്ന സ്വർഗത്തിലെത്തോളമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു, നിനക്കൊരു ഭാരവും ഉണ്ടാവില്ല, ഇതിൻ്റെ അപ്പുറത്ത് എന്ത് വേണം? ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ പ്രസവം വരെ ഹസ്ബൻഡ് വീട്ടുകാരെയൊന്നും അറിയിച്ചില്ല. കാരണം അവർക്ക് ഒറ്റ കുട്ടി മതി എന്നാണ്. പക്ഷെ ഇന്ന് ആ കുഞ്ഞ് ഞങ്ങളുടെ ജീവനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ കുട്ടിയുടെ കാര്യം, ഈ കുട്ടിക്ക് എപ്പോ നോക്കിയാലും ഞാൻ ജപമാലയിലും വചനമാലയ്ക്കും ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഓർത്തേ, എന്തിനാണ് എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഫുൾ ഞാൻ കിടക്കും, ശരീരം ഉറങ്ങുവാണ്, ആത്മാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ജപമാല എല്ലാം കഴിഞ്ഞ് ഞാൻ നിന്ന് വചനം വായിക്കുന്നില്ല, അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഞാൻ ഇന്നും ഓർക്കുന്നു. മരിയ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചേക്കുക. ഞാൻ അഡോറേഷന്റെ മുമ്പിൽ ഇരിക്കുക. കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നു, രമയെ വിളിച്ച് ചോദിക്കുക കർത്താവിന്റെ കുഞ്ഞിന് എന്തുകൊണ്ട് വചനം കൊടുക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു ശരിയാ, ഞാൻ ഇന്ന് വചനം വായിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഞാൻ വചനം വായിച്ചോളാന്ന് പറഞ്ഞു. വായിച്ചു. അതെല്ലാം കഴിഞ്ഞ് മോളൊക്കെ ഉണ്ടായി. 1 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്നെ എൻ്റെ വീട്ടിലൊന്നും വിടില്ല. എൻ്റെ അച്ഛന് വലിയ വിഷമമാണ് ഞാൻ പോകാത്തത് കൊണ്ട്. എന്നാൽ ഞാൻ പോകുന്നതും ഇഷ്ടമല്ല. കാരണം യേശു ക്രിസ്തു ആരോ ക്രിസ്ത്യാനികൾ ദുരുദ്ദേശം പറഞ്ഞാണ് എൻ്റെ മോളെ തിരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അച്ഛൻ്റെ വിചാരം. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, എനിക്ക് പ്രത്യേകമായിട്ട് ദൈവം ഒരു വെളിപാട് തന്നത് കൊണ്ടാണ്, അല്ലാണ്ട് അങ്ങനെ തെറ്റിപ്പോയി. 2 പ്രാവശ്യം പറഞ്ഞിട്ടും അച്ഛനൊന്നും മനസ്സിലായില്ല. പക്ഷേ ഈശോ പിന്നെ എന്നെ വിടാതെയായി. ഞാൻ ഇവിടെ ഇരിക്കും, കുഞ്ഞൊക്കെ ഉണ്ട്. 3 മണിയാകുമ്പോഴത്തേക്ക് കരണക്കൊന്ത എല്ലാം ചൊല്ലിയോ ഒരു ദിവസം ഞാൻ കാണാം ഈശോ ഇങ്ങനെ ഒരു കെട്ട് വെച്ചുകൊണ്ട് പോകാം. ഞാൻ ഓർത്തിട്ട് എന്താ ആ കെട്ട് പൊട്ടിയൊരു കരണക്കൊന്തയുടെ ബുക്ക് താഴെ വീണു. അപ്പൊ ഞാൻ ഓർത്ത് ഈ ബുക്ക് എൻ്റെ അലമാരിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഇരിക്കുന്നുണ്ടോ? അതെടുത്ത് അതിനകത്ത് നോവേനയിലെ കരുണയുടെ നോവേനയിലെ 8ാമത്തെ ദിവസത്തെ നോവേന ദിവസം ചൊല്ലുക, കരണക്കൊന്ത ചൊല്ലുക, 51-ാം സങ്കീർത്തനം ചൊല്ലുക. ഞാൻ ഇത് ചൊല്ലാൻ തുടങ്ങി. കരണക്കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് ഇതെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധമില്ലാണ്ട് പോകുക, തല കറങ്ങി ബോധമില്ലാതെ പോവുക. ഇങ്ങനെ അച്ഛൻ്റെ പഴയകാല ജീവിതം, എൻ്റെ ഫാദറിൻ്റെ പഴയകാല ജീവിതം എല്ലാം കാണിച്ചു തരാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ കടന്നു വന്ന വഴികളൊക്കെ ഞാൻ ബോധാവസ്ഥയിലും കരണക്കൊന്ത ചൊല്ലി സോറി പറഞ്ഞ് ഈശോട് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരു പുലയനായിട്ട് ഒരാളിൽ നിന്നും ഇതെടുക്കുന്നു, തടം എടുക്കുന്നു. എൻ്റെ ഫാദർ വരുന്നു. അപ്പൊ ഇദ്ദേഹം എൻ്റെ അച്ഛനെ തമ്പുരാനെ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈശോ നിൽക്കുക, ഈശോ എൻ്റെ അടുത്തേക്ക്. അപ്പൊ ഞാൻ ആരാന്ന്? എൻ്റെ ഫാദറിനെ ഇദ്ദേഹം തമ്പുരാനെ എന്ന് വിളിച്ചപ്പോൾ നീ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും എന്നെ കൊണ്ട് പരിഹാരം ചെയ്യിച്ച് ഒരു ദിവസം എൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്കായിട്ട് ഈശോ എന്നെ ഇതിനു വേണ്ടിയാണ്, എൻ്റെ അച്ഛനോട് ഞാൻ എല്ലാം പറയാനും എല്ലാം സമാധാനത്തിലാകാനും എന്നെ അനുവദിക്കുമെന്ന് ഞാൻ ഓർത്തു. ഒരു നിമിഷം തന്നില്ലല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേഗം ഒരു ജപമാല ചൊല്ലിയിട്ട് എടപ്പള്ളി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് കൊടുക്കുക, നിന്റെ ക്രിസ്ത്യാനികളായ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുക, അത് കഴിഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം മാത്രം എടുത്ത് നീ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അതുപോലെ തന്നെ പോയി അവിടെ ചെന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ ജസ്റ്റ് കണ്ട ഉടനെ അച്ഛൻ പറഞ്ഞു മോളെ നിന്നെ വിളിച്ചതിന് ശേഷം ബ്ലഡ് പോകാൻ തുടങ്ങി, കുഴപ്പമില്ല, കിടക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ആൻജിയോഗ്രാം ചെയ്യാൻ പോവുകയാണ്, ആൻജിയോപ്ലാസ്റ്റിനെല്ലാം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. തിയേറ്ററിൽ കയറുമ്പോഴേക്കും എനിക്ക് സ്വല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അച്ഛനത് കുറച്ച് ബഹുമാനമുള്ളവരോട് മാത്രമേ അങ്ങനെ ചോദിക്കൂ, അല്ലെങ്കിൽ മോളെ ഇത്തിരി വെള്ളം തരാനൊക്കെ പറയുള്ളൂ. അവർ വെള്ളം കൊടുത്തില്ല, നേരെ ട്രിപ്പ് കയറ്റാൻ കൊണ്ടുപോയി. ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുമല്ലായിരുന്നു, ഞാൻ കുരിശിന്റെ വഴിയിൽ കൂടെ നടക്കുമായിരുന്നു. എൻ്റെ മുതുകത്താണ് അടി വീണത് മുഴുവനും. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സഹോദരങ്ങൾ എന്നെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒന്നും അറിയണില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന ഈശോ, മാലാഖമാരും പരിശുദ്ധമ്മയും സകലരും അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് എൻ്റെ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ ഒന്നുണ്ടാവും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിന്റെ സഹനത്തിനും ത്യാഗത്തിനും എല്ലാം അർത്ഥമുണ്ടാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നീ ഇവിടെ നിൽക്കുക, കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കാണിക്കുകയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി. പക്ഷെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ എന്നെ കാണിച്ചു. ഈശോയുടെ നീതിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും എനിക്ക് കാണിച്ചു തന്നു. അച്ഛനോട് സംസാരിച്ചു. ഞാൻ പോകുമ്പോഴെല്ലാം എൻ്റെ സഹനങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് പോയി. ഒരു ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ അച്ഛൻ എൻ്റെ ബെഡിൻ്റെ അടുത്ത് ഈശോ നിൽക്കുന്നത് തന്നെ കാണിച്ചു തന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു, അച്ഛന് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. ഹസ്ബൻഡും മോനൊക്കെ പോയി. എനിക്ക് പോകാൻ പറ്റില്ല, വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ പോകാമെന്ന് ഓർത്തിരുന്നപ്പോൾ ഞാൻ പിന്നെ ഒഴിഞ്ഞ ബെഡ് ഈശോ അച്ഛനെ കൊണ്ട് പോകുന്നതും കണ്ടു. എൻ്റെ ഉള്ളിലേക്ക് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഫ്രീ ആയി. എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബഹുമാന പുരസ്കാരം നീ വളരെ ബഹുമാനത്തോടെ സംസ്കരിക്കുക, 7 ദിവസം ദുഃഖം ആചരിക്കുക, അത് കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തുക. ഇതെല്ലാം ഈശോ പറഞ്ഞു തന്നു. അതനുസരിച്ച് എല്ലാം ക്രമപ്പെടുത്തി വീട്ടിൽ ചെന്ന് മരിച്ചു. പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് ഇത്രയും ശക്തിപ്പെട്ടെങ്കിലും മാനുഷികമായി കണ്ടപ്പോൾ സഹിക്കാനായില്ല. ഒത്തിരി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അൽഫോൻസാമ്മയൊക്കെ വന്ന് നിന്ന് ആശ്വസിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ ദിവസങ്ങളിൽ അൽഫോൻസാമ്മ പോകാതെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ 5 ദിവസം 5ാമത്തെ സഞ്ചയനം എന്ന് പറയാവുന്ന 5ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, നീ ഇനി ഇവിടുന്ന് ഇറങ്ങണം. കാരണം അവിടെ ഡെഡ് ബോഡിക്ക് ചുറ്റും ഇങ്ങനെ പൂവിടുന്ന ഒരു
ഞാനത് എല്ലാവരും എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനും ഇട്ടു. അതിനു മുമ്പ് എൻ്റെ ലേവിയറുടെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം, ഡാനിയേലിൻ്റെ പുസ്തകമെല്ലാം മുഴുവനും വായിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുക, 6 മണിക്ക് ലൂർദ് ഹോസ്പിറ്റലിലെ ചാപ്പലിലുള്ള കുർബാനയ്ക്ക് നീ വരിക, നിന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇവിടെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ ഒരൊറ്റ ഒരാൾ നിന്നാൽ നിന്നെ പ്രതി അനേകരെ ഞാൻ രക്ഷിക്കും, നിന്റെ മാതാപിതാക്കൾ സഹോദരങ്ങളടങ്ങും സകലരെയും രക്ഷിക്കും, നീ ഞാൻ പറയുന്നത് പോലെയെല്ലാം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ വൈകുന്നേരം 6 മണിയുടെ കുർബാനയ്ക്ക് ചെന്നു. കുർബാനയ്ക്ക് ചെന്ന് മുട്ടുകുത്തിയതും എൻ്റെ 2 കൈയിലേക്കും ഈശോയുടെ കുരിശോട് ചേർത്തങ്ങ് ആണിയടിച്ചു. എന്നിട്ട് ഞാൻ കേട്ടു, നീ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ചെല്ലുന്ന ദേശത്തെ ദുരാചാരങ്ങളൊന്നും അനുവർത്തിക്കരുതെന്ന്. അത് വിശദീകരിക്കാനായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഈശോ കണ്ണട വെച്ച് കുറെ ഫയലുകളുടെ ഇടയിൽ നിന്ന് ഒരു ഫയൽ എടുക്കുക, ചുവന്ന നാട് എല്ലാം മാറ്റി പേന എടുത്തു, പരമേശ്വര മേനോൻ എന്ന് എഴുതി എന്നെ കാണിച്ചു. ഞാൻ ചോദിച്ചു ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജീവന്റെ ഗ്രന്ഥത്തിൽ അവന്റെ പേരെഴുതി ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ബലിപീഠമാണ് അവിടെ നിൽക്കുന്നത്, എൻ്റെ ഫാദർ അവിടെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ഓർക്കാണ് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ ഫാദർ മരിക്കുന്നത് വരെ ദൈവമുണ്ടെന്നും ദൈവമാണ് ലക്ഷ്യം, പക്ഷെ മാർഗം തെറ്റായിരുന്നു. പക്ഷെ ഫാദറിന് വേണ്ടി ഒരാൾ നിന്നപ്പോ എനിക്ക് കാണിച്ചു തന്നു ഈശോ നീതിമാനാണെന്ന്. അതിനുശേഷം ഞാൻ അൽഫോൻസാമയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ, എനിക്ക് അൽഫോൻസാമയെ കാണണം, അൽഫോൻസാമയുടെ അടുത്ത് പോകണം. അൽഫോൻസാമ എൻ്റെ സന്തത സഹചാരിയായി മാറി. അപ്പോ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഒരു വലിയ കാര്യമാണ്. ഏകദേശം ഗീതയാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞ കഞ്ചിക്കോട് റാണിയുടെ കാര്യം. ഇതിനെല്ലാം മുമ്പാണ് കേട്ടോ, അതൊരു വളരെ വലിയ കാര്യമാണ്. അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, എനിക്ക് പോകണം, അവിടെ പോയിട്ട് വലിയ കാര്യമുണ്ട്. ഈശോ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്കൊരു സഹോദരനെ തരാം, സഹോദരൻ നിന്നെ ഒന്ന് കൊണ്ടുപോകും. അപ്പൊ കുര്യൻ ജോസഫ് സാറും വൈഫും കൂടെ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോടെല്ലാം പറഞ്ഞു ഞങ്ങളവിടെ പോകുന്നുണ്ട്, രമ പോരട്ടെ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് അവര് പറഞ്ഞതുകൊണ്ട് നിഷേധിക്കാനും പറ്റില്ല. കാരണം ഹസ്ബൻഡിന് വിഷമാണ്. എൻ്റെ വീട്ടുകാർ ചോദിക്കില്ലേ ഇത് ഇങ്ങനെ വിടുന്നത് ശരിയാണോ, എന്താ അവളെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണോ എന്ന് ചോദിക്കില്ല. അതുകൊണ്ട് ഇവര് പറഞ്ഞത് കൊണ്ട് എന്നെ വിട്ടു. അന്ന് പോകുമ്പോഴെല്ലാം ഭയങ്കര പനിയും കഫക്കെട്ടും, എന്തെല്ലാം ദൈവം അനുഗ്രഹം തരാൻ പോകുന്നുണ്ടോ അതികഠിനമായ സഹനത്തിലൂടെയാണ് കൊണ്ടുപോകാറ്. പോകുമ്പോഴല്ലേ ഈ ചേച്ചി പറയുന്നത് ഈ കുട്ടിയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, എന്തൊരു പനിയാണെന്ന്. പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചെങ്ങനെ വരും, വല്ല പ്ലെയിനിലൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതുപോലത്തെ പനിയും നടുവേദന എല്ലാം ആയിട്ട് പോവുക. പക്ഷെ ഞാൻ കാണുന്ന മാതാവ് എന്നോട് സമർപ്പിക്കാൻ പറയുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ജപമാല എല്ലിക്കൊണ്ട്, നീ അതൊന്നും ശ്രദ്ധിക്കണം, നീ ഇവരെല്ലാം സമർപ്പിക്കുക, പൂർവികരായിട്ടുള്ള ഓരോരുത്തരുടെ പേരുകളും എല്ലാം പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ സമർപ്പിച്ചു പോയി. അവിടെ ചെന്ന് ദിവ്യബലി നടക്കുന്ന സമയത്ത് ഈശോ അവിടെ അൾത്താരയിൽ ഇരിക്കുന്നു, എല്ലാം കാണാണ്. ഞാനും എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെ ഒപ്പം പാട്ടൊക്കെ പാടുമ്പോൾ പെട്ടെന്ന് ഞാൻ കേൾക്കും, നീ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടാറൊന്നും ആയിട്ടില്ല, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഊർന്നങ്ങ് ഇറങ്ങിപ്പോയി, ഇരുന്ന് കുറച്ചു നേരം ഞാൻ ഓർത്ത് ഈശോ ഇത്രയ്ക്കൊന്നും എന്നോട് വേദനിപ്പിക്കുന്ന എന്തിനാ, എന്നെ ഇത്ര സ്നേഹത്തോടെ കൊണ്ടുവന്നിട്ട്. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നിന്റെ ബലിവസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുമ്പോൾ നീ വിടുതൽ പ്രാപിക്കുമെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, ആ പ്രാർത്ഥന കഴിഞ്ഞതും ഞാൻ വെട്ടിവേർത്ത് ഈശോ അവിടെ എല്ലാവർക്കും അച്ഛൻ തിരുവോസ്തി കൊടുക്കുക. പക്ഷെ ഞാൻ ദർശനമാണ് കാണുന്നത്, ഞാൻ ഈശോയെ കാണുന്നത്. ഈശോ എൻ്റെ വീട്ടുകാർക്കെല്ലാം കൊണ്ടും തിരുവോസ്തി കൊടുക്കുന്നു. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഈശോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, കഴിച്ച് വെക്കൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബലിപീഠത്തിലിരുന്ന വലിയൊരു കത്രിക എടുത്തിട്ട് വടം പോലെ എൻ്റെ പൂർവ്വരെ കെട്ടിയിരുന്ന കെട്ടുകൾ അങ്ങ് കട്ട് ചെയ്തു. ഇവരെല്ലാം ഫ്രീ ആയി. അതിനുശേഷമാണ് കുളത്തുവേലി കൊണ്ടുപോയതും പരിഹാര പ്രാർത്ഥന അതെല്ലാം ചൊല്ലിയതൊക്കെ. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് അൽഫോൻസാമയെ കാണണം എന്നൊക്കെ ഓർത്ത് അൽഫോൻസാമയെ ദുഃഖത്തിന്റെ അപ്പുറം, കാരണം എൻ്റെ ഫാദറിനോട് അവസാന ദിവസങ്ങളിൽ എനിക്ക് അടുത്തിരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വേദനയാണ്. അപ്പോൾ അൽഫോൻസാമയുടെ അടുത്ത് പോയപ്പോൾ ഒരു കൃപ തന്നു എനിക്ക്. ഡോക്ടർ ഇത്തമ്മ ചേച്ചിയുടെ മോളും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട്, രമ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു എൻ്റെ മോള് ഫ്രോക്ക് ഇട്ട് ഒരു സ്റ്റെപ്പ് കയറി പോകണത്. അപ്പോൾ പോകാൻ തന്നെയാണ് ഞങ്ങൾ പോയി അവിടെ ചെന്ന് അൽഫോൻസാമയുടെ ടൂമിൽ മുട്ടിയതും പിന്നെ ഞാൻ സ്വർഗമാണ് കാണുന്നത്. അൽഫോൻസാമ ഇതെന്താ ഔസേപ്പിത ഒക്കെ ഉണ്ട്, എല്ലാവരുടെ അടുത്ത് നിന്നാണ് ഇറങ്ങി വരണം. പിന്നെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഫാദറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം പറഞ്ഞു തന്നു. അപ്പൊ ഇത് കണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇവര് കുട്ടിയെ കൊണ്ട് ഡോക്ടറുടെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററെ കാണാൻ പോയി.
ഞാൻ കുറേ നേരം കഴിഞ്ഞ് ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് ദൈവത്തിന്റെ സ്നേഹമാണ്, എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി പ്രാർത്ഥിച്ചു തരാൻ വേണ്ടിയാണ് ഈ കൊണ്ടുപോണത്. തിരിച്ചു വരുമ്പോ ഞാൻ പുറകിലിരിക്കുകയാണ്. അന്നൊരു കൃപ തന്നു, സഹനങ്ങൾ നിശബ്ദമായി സഹിക്കാൻ. പോരുമ്പോ ഭയങ്കര ഛർദില്. ഞാൻ അവർക്ക് മുമ്പിലിരിക്കുന്നവരോട് പറഞ്ഞ അവർക്ക് കാർ നിർത്തിയിട്ട് വോമിറ്റ് ചെയ്യാനായിട്ട് അവസരം തരും. ഉടനെ ഞാൻ കേൾക്കുക, നീ ഇരിക്കുന്ന കിറ്റ് എടുത്തിട്ട് വോമിറ്റ് ചെയ്യുക, ആരെ അറിയിക്കേണ്ട. അപ്പൊ 2 കുട്ടികളും മടി കിടക്കുമ്പോൾ ഛർദിക്കാൻ വരുന്നുള്ള അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. ഞാനിതെല്ലാം വോമിറ്റ് ചെയ്ത് പിടിച്ചു. അപ്പൊ ഇത് കളയുമ്പോൾ ഇവര് കാണുമല്ലോ എന്ന് കാണാണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്തിനോ കാർ നിർത്തി ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലം വന്നു, ഞാനങ്ങ് ഇട്ടു. അന്ന് തുടങ്ങി നിശബ്ദമായി സഹിക്കാൻ ഒരു വലിയ കൃപ തന്നു. അതിലൂടെ കുറേ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും ഞാൻ പേഴ്സണൽ പ്രയറിൽ നിന്ന് അങ്ങ് താഴെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും. അതുവരെ എന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി കൊണ്ടു നടന്നതിൻ്റെ ഒരൊറ്റ കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പേഴ്സണൽ പ്രയറാണ്. പേഴ്സണൽ പ്രയറിലൂടെ ഞാൻ താഴെ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സന്ദേശങ്ങൾ തെറ്റാൻ തുടങ്ങി. ഞാനൊരു കൂട്ടായ്മയിൽ പോകുന്നുണ്ട്. ആ കൂട്ടായ്മയിലുള്ള ഏറ്റവും സ്നേഹമുള്ള വ്യക്തികൾ എനിക്കെതിരായി മാറി. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ട ആളല്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു 2 സ്ഥലങ്ങളിൽ ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. ഒന്ന് കോട്ടയത്ത് കഴിഞ്ഞ മാസം, ഒന്നിവിടെ. കോട്ടയത്ത് പോയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ആത്മാവ്, എനിക്കതൊക്കെ ആദ്യത്തെ അറിവാണ്. എൻ്റെ മരിക്കുമ്പോൾ ഇത്ര സ്നേഹത്തിലുള്ളത് കൊണ്ടായിരിക്കാം ഈ ആത്മാവാണ് എന്നെ പിന്തുടർന്നുകൊണ്ട് എന്നെ പ്രാർത്ഥനയിൽ നിന്നെല്ലാം പിൻവലിച്ചിരുന്നത്. അച്ഛനിലൂടെ ആത്മാവിനെ ബന്ധിച്ചു. അത് കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 21ാമത്തെ ദിവസമാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത്. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ നീതി എനിക്ക് നടപ്പാക്കി തരുന്നത് മനസ്സിലാകാനായിരിക്കാം. ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മനസ്സിനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ അടുത്ത് വന്നിട്ട്, എൻ്റെ ഫാദറിനെ ഞാൻ കാണുന്നുണ്ട്, ഈശോയെ കാണുന്നു, എന്നെ കാണുന്നു. ഈശോ ചോദിക്കുകയാണ്, നിനക്ക് ആത്മാർത്ഥമായി ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ അവന് പകർന്നു കൊടുക്കണമെന്നും അവൻ എന്നിൽ വിശ്വസിക്കണമെന്നും അവൻ എൻ്റെ കൂടെ തന്നെ വരണമെന്നും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അവനും ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് 3 പേർക്കും ആഗ്രഹം ഉണ്ടായിരിക്കെ പിന്നെ നിനക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നിന്റെ മക്കളെ, ജോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണമെന്നും. ഇതാ നിന്റെ മക്കളെ എല്ലാം അവൻ അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെയും കൊണ്ട് ഈശോ അങ്ങ് പോകുന്ന ആ ഒരു രംഗം. പിന്നെ അവിടെ ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവെല്ലാം പ്രകാശിപ്പിച്ചു. എനിക്ക് ഒത്തിരി സമാധാനമായിട്ട് എന്തൊരു ആശ്വാസമാണ് ഉണ്ടായേക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തി ഇതെല്ലാം പറയുന്നതും ദൈവത്തിൻ്റെ നീതിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.